ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് നിസ്മ. ഇനി നമുക്കൊരു 28 ദിവസത്തെ ചലഞ്ച് തുടങ്ങിയാലോ? എന്താണ് ചലഞ്ച് എന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. റോണ്ട ബൈൻ്റെ ദ സീക്രട്ട് എന്ന ബുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ. അതിലൂടെയാണ് ഭൂരിഭാഗം പേരും ലോ ഓഫ് അട്രാക്ഷൻ എന്ന കൺസെപ്റ്റ് അറിയാനും മനസ്സിലാക്കാനൊക്കെ തുടങ്ങിയത്. സീക്രട്ട് എന്ന പുസ്തകത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. റോണ്ട ബൈൻ എഴുതിയ മറ്റൊരു പുസ്തകമാണ് ദ മാജിക്. ഇതിൽ 28 ദിവസത്തെ ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 28 ദിവസത്തെ പ്രാക്ടീസുകൾക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ പ്രാക്ടീസ് വെച്ചിട്ട് 28 ദിവസത്തെയും പ്രാക്ടീസ് ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ 28 ദിവസത്തെ ചലഞ്ചായി എടുത്തിട്ട് നമുക്ക് ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചലഞ്ചിലൂടെ നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ ഈ ചലഞ്ചിന് തയ്യാറായിട്ടുള്ളവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇന്ന് നമുക്ക് ഡേ 1 എന്താണെന്ന് നമുക്ക് നോക്കാം. ഡേ 1 പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ എണ്ണുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടല്ലേ. പക്ഷെ നമ്മളിൽ എത്ര പേര് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാറുണ്ട്? നന്ദി പറയുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ശീലം നമ്മളിൽ എത്ര പേർക്കുണ്ട്? ആ ഒരു ശീലത്തിന് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണെന്ന് എത്ര പേർക്കറിയാം? ഒരു കുഞ്ഞു കാര്യമായാൽ പോലും നമ്മൾ അതിന് മനസ്സറിഞ്ഞ് നന്ദി പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെയും പിന്നെയും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരോ അച്ഛന്മാരോ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ നമുക്ക് കുക്ക് ചെയ്ത് തരാറില്ലേ? അവരോട് നമ്മൾ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഫുഡ് ഉണ്ടാക്കി തന്നതിന് താങ്ക് യു എന്ന് ഒരു പുഞ്ചിരിയോടുകൂടി മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞാലോ അവർക്കത് വളരെയധികം സന്തോഷമായിരിക്കും. പിന്നീട് അവർ എന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാവും. അതേപോലെ കൂടുതൽ ടേസ്റ്റോട് കൂടി അവർ നമുക്ക് കുക്ക് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. കയ്യിൽ എന്താണോ ഉള്ളത് അതിനോട് നമ്മൾ നന്ദിയുള്ളവരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതെല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങളും നമുക്ക് ഈ പ്രപഞ്ചശക്തി നൽകിക്കൊണ്ടിരിക്കും. അത് പണമായാലും ബന്ധമായാലും ആരോഗ്യമായാലും അങ്ങനെ ഏതായാലും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഈ അനുഗ്രഹങ്ങൾ കണ്ടില്ലെന്ന് വെച്ചിട്ട് ഇല്ലായ്മയിലോട്ട് ഫോക്കസ് ചെയ്താലോ? അതായത് നമുക്ക് എന്ത് ഇല്ല എന്നുള്ളതിലോട്ട് ഫോക്കസ് ചെയ്താലോ? നമുക്ക് എല്ലാവർക്കും ഉള്ള മനുഷ്യന്മാരുടെ പൊതുവേ ഉള്ള ഒരു സ്വഭാവമാണ് നമുക്ക് എന്ത് ഇല്ല എന്നുള്ളതിലോട്ട് ഫോക്കസ് ചെയ്യുക, അല്ലെ? നമുക്ക് പണമില്ല അല്ലെങ്കിൽ വീടില്ല, അങ്ങനെ എന്തെന്നാണോ ഇല്ലാത്തത് അതാണ് നമ്മൾ എപ്പോഴും എടുത്തു പറയാറുള്ളത്. എന്തുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. ശരിയല്ലേ? ഇങ്ങനെ നമ്മൾ ഇല്ലായ്മയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇല്ലായ്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ നമുക്ക് എന്തില്ല എന്നുള്ളതിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമ്മൾ എന്തിലോട്ടാണോ ഫോക്കസ് കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്തില്ല എന്ന് പറയുന്നോ ആ ഇല്ലായ്മകൾ തന്നെ നമ്മളുടെ ലൈഫിലോട്ട് കൂടുതൽ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും നമുക്ക് നഷ്ടമാവും. നന്ദി പറയുമ്പോൾ എന്ത് കാര്യത്തിനാണ് നന്ദിയുള്ളതെന്ന് ഓർക്കുന്ന ശീലം ഐൻസ്റ്റീനൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ ചിലപ്പോൾ ഒരു വസ്തുവിനോടാകാം, വ്യക്തിയോടാവാം, സാഹചര്യത്തോടാവാം, അങ്ങനെ എന്തിനോട് വേണമെങ്കിലും ആവാം. അത് എന്തുകൊണ്ടാണ് നമുക്ക് നന്ദിയുള്ളതെന്നുള്ള കാരണം ആലോചിച്ചുകൊണ്ട് നമ്മൾ ആ നന്ദി പറയാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നായിരിക്കുള്ളൂ ആ നന്ദി എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നത്. ആ സമയത്ത് നമുക്കുണ്ടാവുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആ ഒരു പ്രത്യേക ഫീലിന്റെ ആഴം അനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫിലോട്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഓരോ തവണ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴും, അതായത് നന്ദി പറയുമ്പോഴും അത് മനസ്സറിഞ്ഞും പറയാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റും. ഇനി ഡേ 1 പ്രാക്ടീസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിലുള്ള 10 ബ്ലെസ്സിങ്സ് നിങ്ങൾ എഴുതുക. ആ ഓരോ അനുഗ്രഹങ്ങൾ എഴുതുമ്പോഴും അതിന് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നതിന്റെ കാരണം കൂടി അതിനകത്ത് എഴുതി വെക്കുക. അതിനുശേഷം അത് മനസ്സിലോ അല്ലെങ്കിൽ ചെറിയൊരു ഒച്ചയിലോ വായിക്കുക. ഓരോ അനുഗ്രഹങ്ങൾ വായിക്കുമ്പോഴും ലാസ്റ്റ് നന്ദി 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 എന്ന് 3 തവണ പറയുക. മനസ്സറിഞ്ഞു വേണം ഈ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട്. യാന്ത്രികമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രാക്ടീസ് ചെയ്യണ്ടേ എന്ന് വെച്ചിട്ടോ ചെയ്യരുത്. പൂർണ്ണമായും ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിൽ ഫീൽ ചെയ്തിട്ട് വേണം ഈ പ്രാക്ടീസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയുള്ളൂ. ഇതിനി അടുത്ത 27 ദിവസവും ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കിത് കേൾക്കുമ്പോൾ 27 ദിവസം എഴുതണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇത്രക്കധികം ബ്ലെസ്സിങ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാം. നമുക്കിത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 28 ദിവസം എന്നല്ല, നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ എഴുതാനുള്ള ബ്ലെസ്സിങ്സ് നമുക്ക് ഇപ്പൊ തന്നെ പ്രപഞ്ചശക്തി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്.
അപ്പോൾ 28 ദിവസം നമുക്ക് എഴുതാനുള്ളതൊക്കെ ഈസി ആയിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ശീലം നമ്മുടെ ഉള്ളിൽ ഒരു ആറ്റിറ്റ്യൂഡ് ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ് തന്നെ ഒരുപാട് മാറും. ഡേ 2 പ്രാക്ടീസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ചലഞ്ചിൽ പങ്കെടുക്കുന്നവർ കമൻറ്റിൽ അറിയിക്കുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.